നമുക്കൊന്ന് ആമപ്പാറ വരെ പോയിട്ട് വന്നാലോ? എന്നാൽ കൂടെ കൂടിക്കോളൂ. രാമക്കൽമേടുള്ള ആമപ്പാറ ട്രക്കിംഗ് വിശേഷങ്ങളുമായിട്ടാണ് ഈ ഒരു വീഡിയോ ഉള്ളത്. എന്നാൽ നമുക്ക് ട്രക്കിങ്ങിനൊന്ന് പോയിട്ട് വരാം. രാമക്കൽമേടുള്ള ആമപ്പാറയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു വീഡിയോ ഇങ്ങനെയുള്ളൊരു വീഡിയോ കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു റോഡായിരുന്നു ഈ റോഡ്. ഇതിലൂടെ പോകുന്ന സമയത്ത് പല സമയത്തും പാറയുടെ മേലെ കൂടി അങ്ങനെ കയറി ഇറങ്ങിയിട്ടായിരിക്കും നമ്മൾ കാണുന്ന ഈ ഒരു വീഡിയോയിൽ കാണുന്ന അത്രയും സ്മൂത്തായിരുന്നില്ല യാത്ര. പുറകുന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ജോലി ചേച്ചിയും അതുപോലെ ലത ചേച്ചിയും ഒക്കെ പറയുന്നുണ്ടായിരുന്നു, പിടിച്ചിരുന്നോളൂ ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും കിട്ടുവാണെങ്കിൽ ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ വിട്ടേക്കാന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോ ഇത്ര ഫാസ്റ്റാക്കിയിട്ട് ഇട്ടതൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഡ്രൈവർ ഷാനവാസ് മാത്രമല്ല, നമ്മുടെ ജീപ്പിൻ്റെ ഡ്രൈവറും അതുപോലെ ഇതിൻ്റെ കോർഡിനേറ്ററും അവർ പറയുന്നുണ്ടായിരുന്നു ഇത്രയും സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ജീപ്പ് കയറില്ല എന്നൊക്കെ. എന്തായാലും നമ്മൾ പിടിച്ചിരുന്നുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് കയറി. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് വെറുതെ ഒരു ത്രില്ലാണ്. കാരണം നമ്മൾ എന്തൊക്കെയോ ഒരു പഴയ കാലത്തിലേക്ക്, അഥവാ പഴയകാലം മീൻസ് ചെറുപ്പകാലത്തിലേക്ക് പോയി എന്നുള്ളൊരു തോന്നലാണ്. അതുകൂടാതെ കൂട്ടത്തിൽ എല്ലാറ്റിനും പോകുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായും അതിനൊരു ത്രില്ല് വേറെ തന്നെയാണല്ലോ. ഈ ജീപ്പിൻ്റെ സൗണ്ട്, ഈ കയറ്റം കയറിയിട്ട് പോകുന്ന സമയത്തുള്ള ജീപ്പിൻ്റെ സൗണ്ട് കേൾക്കുന്ന സമയത്ത് നിങ്ങളും ഈ ഇതിൻ്റെ കൂടെ, വണ്ടിയുടെ കൂടെ ഈ ജീപ്പിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീല് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ സൗണ്ട് കൂടെ അത് മ്യൂട്ടാക്കാതെ അതിൻ്റെ സൗണ്ട് ഇതിൻ്റെ കൂടെ വെച്ചിട്ടുള്ളത്. കാരണം നിങ്ങളും ആ ഒരു വണ്ടിയിൽ എത്രയും സ്പീഡിൽ നിങ്ങൾ പോകുന്നത് പോലെ ആ വീഡിയോ തന്നെ നോക്കുന്ന സമയത്ത് നമ്മളും അതിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന പോലെയുള്ളൊരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീലിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ സൗണ്ട് അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത്. 3 പ്രാവശ്യം പ്ലാൻ ചെയ്ത ഈ ട്രിപ്പ് ക്യാൻസലായി. 4ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ പോകുന്നത്. ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ വീഡിയോസോ രാമക്കൽമേടിൻ്റെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും തന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കണ്ടിരുന്നു എങ്കിൽ ഒരു പക്ഷേ നമുക്കുള്ളിലൊരു ഭയം ഉണ്ടാവുമായിരുന്നു, ഇത് നമുക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത്. അത് കാണാത്തത് കൊണ്ട് നന്നായി. പണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത്, ഹൈസ്കൂൾ പഠിക്കുന്ന സമയത്ത് ഒരു രാമേന്ദ്രൻ മാഷാണ്, മലയാളം മാഷ് ഗ്രാമറൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ചോദിക്കും ആർക്കെങ്കിലും സംശയമുണ്ടോ? ആർക്കും സംശയം ഉണ്ടാവില്ല. അതേസമയം മാഷ് ചോദ്യം ചോദിക്കുന്ന സമയത്ത് നമുക്കൊട്ടൊന്നും അറിയേയില്ല. കാരണം നമ്മൾ ഡീറ്റെയിൽഡായിട്ട് കുറച്ച് ഇൻഡെപ്തായിട്ട് പഠിക്കുന്ന സമയത്താണല്ലോ, അറിയുന്ന സമയത്താണല്ലോ നമ്മൾക്ക് എല്ലാത്തിനൊരു ഭയം ഉണ്ടാവുക. അറിയാത്തത് കൊണ്ട് അതിനൊരു ഭയവും ഇല്ല. അതുപോലെയാണ് ഈ ട്രിപ്പും. നമ്മൾ ഏകദേശം നമ്മൾ ഈ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം ജീപ്പ് ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ദൂരം നടക്കാനുണ്ട്. നിങ്ങളെ ബോറടിപ്പിക്കേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഒരു 10-15 മിനിറ്റോളം, 15 മിനിറ്റ് പോരാ, ഈ റോഡ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് പോകേണ്ടത്. ഈ ഉള്ളിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് ഈ ഇറക്കം കണ്ടപ്പോഴാണ് എനിക്ക് ആദ്യം മനസ്സിലായത് ഇത് ഇത്രയും ബുദ്ധിമുട്ടുള്ളൊരു ഇറക്കമാണ് എന്നുള്ളത്. ഞാൻ എൻ്റെ ഗിംബലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരുന്നു, ബാഗൊക്കെ എടുത്തിട്ടായിരുന്നു, മൈക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരുന്നു ഇറങ്ങാമെന്നുള്ളത്. എനിക്ക് തോന്നി അത് നടക്കില്ല എന്നുള്ളത് കൊണ്ട് അവരെ കയ്യിലേക്ക് എൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് ഈ ഇറക്കത്തിനേക്കാളും കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് അതിലേക്കൂടി പോകാനുള്ളതെന്നുള്ളത്. എങ്കിലും അത് മുന്നിൽ നമ്മളെ കൂടെ തന്നെയുള്ള ആൾക്കാർ ഇറങ്ങി പോയത് കൊണ്ട് ഞാനും കൂടെ ഇറങ്ങാൻ നിന്നു. അതിന് ഇറങ്ങുന്നതിന് മുൻപേ തന്നെ ഒരാൾ അവിടുന്ന് പറയുന്നുണ്ടായിരുന്നു അത്യാവശ്യം തടിയുള്ള ആൾക്കാർക്കൊന്നും അതിലേക്കൂടി പോകാൻ പറ്റില്ല, നല്ല ബുദ്ധിമുട്ടാണെന്ന്. അപ്പോഴും മനസ്സിലായിട്ടില്ല ഇത് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകും ഇതിലേക്കൂടി ഇറങ്ങി പോകാനെന്ന്. ഇതൊരു ഒരാൾക്ക് കഷ്ടിച്ച് ചെരിഞ്ഞ് പോകണം. തടിയും മണ്ണുള്ള ആൾക്കാരാണെങ്കിൽ പറയുകയും വേണ്ട. ഈ ബാഗ് വാങ്ങുന്നത് നമ്മുടെ കൂടെ തന്നെയുള്ള ലത ചേച്ചിയാണ്. ബാഗും കൂടി ആകുമ്പോഴേക്കും പുറകിൽ ബാഗ് ഇട്ടിട്ട് നോക്കുന്നത് നടക്കാൻ പറ്റുന്നില്ല. ബാഗ് അവിടെ വെച്ചിട്ട് വേണം, വണ്ടിയിൽ വെച്ചിട്ട് വന്നോളൂ എന്ന് ഷാനവാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കരുതി ഇത് ഇങ്ങനെയാണ് വരേണ്ടതെന്നൊന്നും ഞാൻ പറഞ്ഞല്ലോ മുൻപ്, വീഡിയോ ഒന്നും കാണാത്തത് കൊണ്ട് ഇതിലേക്ക് ഇങ്ങനെയായിരുന്നു പോകേണ്ടത്, ഇതിലേക്കൂടി എങ്ങനെയാണ് പോകേണ്ടതെന്ന് അറിയാത്തത് കൊണ്ട് ഇതൊക്കെ എടുത്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇത് അറിഞ്ഞിരുന്നുണ്ടെങ്കിൽ 2 ദിവസം ഫാസ്റ്റിംഗ് ഒക്കെ എടുത്തിട്ട് തടിയൊക്കെ കുറച്ചതിന് ശേഷം ഇതിലേക്കൂടി കയറിയാൽ മതിയാവുമെന്ന് വിചാരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ആ ഒരു പാറയിടുക്കിൻ്റെ ഈ കാണുന്ന ഇത്രയും ചെറിയ ഇടുക്കിലേക്കൂടി കടന്നു പോകുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്.
ഈ പുറകുനിന്ന് വരുന്ന കൂട്ടരൊക്കെ നമ്മുടെ കൂടെയുള്ള 2 പേരാണ്. ഒരാൾ വത്സൻ എന്ന് പറഞ്ഞവർ, അവരെ പിന്നെ പുറകിലുള്ളതാണ് ജ്യോതി എന്ന് പറഞ്ഞിട്ടുള്ളത്. അവരാണ് പുറകുനിന്ന്, ബാക്കിയുള്ള എല്ലാവരും പുറകുനിന്ന് നടന്ന് വരുന്നുണ്ട്. യാത്ര പോകുമ്പോൾ ഒരു ടൂറ് പ്ലാൻ ചെയ്യുമ്പോൾ അപ്പം തടിയും കൂടി കുറക്കണം എന്നുള്ള കാര്യം ഇപ്പോഴാണ് ഈ രാമക്കൽ മേളിലെ ആമപ്പാറയിലേക്ക് പോകുന്ന സമയത്താണ് മനസ്സിലായത്. ശരീരം യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ശരീരം ഫിറ്റായിട്ടിരിക്കുക, തടി കുറക്കുക, ഭക്ഷണം കുറക്കുക, ഇതൊക്കെ ചെയ്യണം എന്നുള്ളതിന് ഈ ഒരു യാത്രയിലൂടെയാണ് മനസ്സിലായിട്ടുള്ളത്. അങ്ങനെ ഓരോരുത്തരായിട്ട് പുറത്ത് വന്നതിൻ്റെ ആശ്വാസത്തിൽ നിൽക്കണോ, കഴിഞ്ഞല്ലോ, ഇനിയിപ്പം പുറത്തേക്ക് ഇത്രയും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ളത്. അപ്പോഴാണ് ഷാനവാസ് അടുത്ത കാര്യം നമ്മളോട് പറയുന്നത്. ഈ സ്റ്റെപ്പ് ഇറങ്ങി ഈ കാണുന്ന പാറയുടെ അടിയിലൂടെ വേണം നമുക്ക് പോകാൻ. അതും ഈ കാണുന്ന പാറയുടെ അടിയിലേക്കൂടി വേണം നമുക്ക് പോകാൻ. ഇത് പാറയുടെ അടിയിലേക്കൂടി പോകണം എന്നുള്ളതൊന്നും നമുക്കറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വീഡിയോ ഒന്നും കാണാത്തത് കൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു. ഷാനവാസ് ഇത് കാണിക്കുകയാണ്, ഇതിലേ കൂടിയാണ് പോകേണ്ടത്, ഇങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ കാണിച്ചു തരികയാണ്. നല്ല ആവേശത്തിലോ ആ റീലിങ്സിലൂടെ ഇട്ട ഒരു പാലം പോലെയുള്ള സ്റ്റീലിൻ്റെ ഇതിലേ കൂടി അങ്ങോട്ടേക്ക് പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് സന്തോഷിച്ചിട്ടിരിക്കുന്ന സമയത്താണ് അവർ പറയുന്നത് ഇതിങ്ങനെയല്ല പോകേണ്ടത്, അത് അവിടെ ഇരുന്നതിന് ശേഷം അത് അങ്ങോട്ടേക്ക് പോകണം എന്നുള്ളത്. അതിൻ്റെ വിഷമത്തിലാണ് ഇത് കയറിയും പോയി, ഇനിയിപ്പം പകുതിയിൽ നിന്ന് പോകാനും പറ്റില്ലല്ലോ എന്നുള്ളൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ലതാജി. ഈ പോകുന്ന ലത ചേച്ചി പോകുന്ന അതേപോലെയാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ലത ചേച്ചി ഇങ്ങനെ ഇരുന്നിട്ട് പോകാമെന്നായിരുന്നു കരുതിയിട്ടുണ്ട്. അപ്പോൾ ഷാനവാസ് പറഞ്ഞു അത് അങ്ങനെയല്ല പോകേണ്ടത്, കാല് താഴേക്ക് ഇടണം, താഴേക്ക് ഇട്ടതിന് ശേഷം എന്നിട്ട് അവിടുന്ന് അങ്ങോട്ടേക്ക് കുറച്ച് നിരങ്ങി പോകണം എന്നുള്ളത്. ഇങ്ങനെ ഇരുന്നിട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത്. അപ്പം അത് അവർ പറഞ്ഞതുപോലെ അങ്ങോട്ടേക്ക് കാല് താഴേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ തല പൊക്കാൻ പറ്റില്ല. തല പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തല അവിടെ മേൽഭാഗം തലയടിക്കും. അവിടെ ഇരുന്നിട്ട് പോലും ശരിക്കും നമുക്ക് പോകാൻ പറ്റില്ല. കാല് താഴേക്ക് വെച്ച് അവിടെ ഒരു ഗ്യാപ്പ് കണ്ടോ, ഇത്രയും ഗ്യാപ്പ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇതിലേക്ക് താഴേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല, പാറയാണ്. എന്നിട്ട് നമ്മളവിടെ ഇരുന്നതിന് ശേഷം അവിടെ ഒരു അപ്പുറത്തുള്ള പാറ ചവിട്ടിയിട്ട് എന്നിട്ട് അതിലേക്ക് ആ ഒരു പാറ ചവിട്ടി ഇറങ്ങിയതിന് ശേഷം അതിലേക്ക് ഇറങ്ങി എന്നിട്ട് അവിടെ കമിഴ്ന്ന് കിടന്നിട്ട് എന്നിട്ട് വേണം അതിൻ്റെ പുറത്തേക്ക് എത്താൻ, ഇതിൻ്റെ മറ്റേ വശത്തേക്ക് എത്താൻ. ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂട്ടത്തിൽ ആളുണ്ടാകുന്ന സമയത്തുള്ള ഒരു ആവേശത്തിൽ ചെയ്യുകയാണ്, അല്ലാതെ തനിച്ചാണെങ്കിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഇവിടെ എത്തിയതിന് ശേഷമാണ് ഷാനവാസിൻ്റെ അടുത്ത് എനിക്ക് ചീത്തയും കിട്ടി. വെറുതെ ക്യാമറയും പിടിച്ചിട്ട് വരേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിൽ ഞാൻ പറഞ്ഞു എനിക്കിതിങ്ങനെ യൂട്യൂബിലേക്ക് ഇടേണ്ടിയിട്ടാണ്, അതിന് വേണ്ടിയിട്ടാണ് എടുത്തത്. അവിടെ എത്തിയ സമയത്ത് എനിക്കിത് ഇനി മുന്നോട്ടേക്ക് ഇനി എങ്ങനെ പോകുന്നുള്ളൊരു ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു തരത്തിൽ മുന്നോട്ടേക്ക് കാല് ഇത്തിരി വറക്കാൻ തുടങ്ങി. കാരണം ഭയങ്കര ഒരു ഭയം ഉള്ളിലേക്ക് വന്നു തുടങ്ങി. ഇത് താഴേക്ക് ഇറങ്ങാൻ എനിക്കാണെങ്കിൽ ഞാൻ നീളം കുറഞ്ഞതുകൊണ്ട് കാലെത്തുന്നുമില്ല, അപ്പുറത്തേക്ക് ചവിട്ടാനുള്ള കാലെത്തുന്നില്ല. അപ്പം ഷാനവാസ് പറയാണ് നിങ്ങളിങ്ങനെ അവിടെ ഇരുന്നിട്ട് സമയം കളയാതെ പെട്ടെന്ന് ഇറങ്ങാൻ നോക്കുക, പെട്ടെന്ന് അങ്ങോട്ടേക്ക് മാറാൻ നോക്കുക. പെട്ടെന്ന് മാറാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എങ്കിലത് നീങ്ങിയിട്ട് വരണ്ടേ. അങ്ങനെ ഇതായത് ഇപ്പുറത്തേക്ക് നമ്മുടെ ലതാജി എത്തിക്കഴിഞ്ഞു. അവർ കുറച്ച് ഫാസ്റ്റായിട്ട് തന്നെ എത്തി. അവർ പോയ ലതാജിയും വത്സേട്ടനും അങ്ങോട്ട് എത്തിക്കഴിഞ്ഞു. അവർ പോയതിൻ്റെ ആ ഒരു ആവേശം കണ്ടിട്ടാണ് ഞാനും പുറത്തേക്ക് ഇതുപോലെ വന്നിട്ടുണ്ടായത്. ഈ കാണുന്ന ഒരു ഹോളുണ്ട്, ഹോളെന്നല്ല ആ ഒരു ഗ്യാപ്പ്, ആ ഗ്യാപ്പിലൂടെ വേണം നമ്മൾ പുറത്തേക്ക് വരാൻ. അവിടെ ഇരുന്നിട്ട് ആ പുറത്തേക്കുള്ള വെളിച്ചം കാണുന്ന സമയത്തുള്ള ഒരു ആശ്വാസം ഉണ്ടല്ലോ, അയ്യോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ ഒരു പുറത്തേക്ക് വന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയോ എവിടുന്നൊക്കെയോ രക്ഷപ്പെട്ട് വന്നതിൻ്റെ ഒരു ഫീലിംഗ് ആയിരുന്നു നമുക്ക്. എങ്ങനെയല്ലോ പുറത്തേക്ക് എത്തിയല്ലോ എന്നുള്ളത്. ഈ കാണുന്ന ഇത്രയും നല്ല മനോഹരമായ കാഴ്ചകൾ കാണേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് വന്നത്. ഈ ഷാനവാസൊക്കെ ഇതിൻ്റെ പുറകിലേക്കൂടിയുള്ള ആ ഒരു ഇതിലേക്കൂടിയാണ് പാറയമ്മ ചവിട്ടിയിട്ടാണ് വരുന്നത്. നമുക്ക് പിന്നെ ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടില്ല. പിന്നെ പോരായിട്ട് അത് കുറച്ചുകൂടി റിസ്കി ആയിട്ടുള്ള, ഇതിനേക്കാളും ഭയങ്കര റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിവിടത്തേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ വണ്ടി വെച്ചിട്ട് ഇവരുടെ ജീപ്പിലേക്ക് വേണം വരാൻ.
അത് രണ്ട് റേറ്റാണ്. ഒന്ന് നമ്മളോട് വാങ്ങിച്ചിട്ടുള്ള പൈസ 1900 രൂപയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് കുറവൻ കുറത്തി ആ മലയും കാറ്റാടി പാടവും കാണണമെന്നുണ്ടെങ്കിൽ 2500 രൂപയാണ് അവർ നമ്മളോട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അല്ല, ഇത് മാത്രമാണെങ്കിൽ 1900 റുപ്പീസാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഷാനവാസ് പറയുന്നുണ്ട്, കടന്നു വരൂ, കമിഴ്ന്ന് കിടന്നിട്ടേ വരാൻ പറ്റൂ, കമിഴ്ന്ന് കിടക്ക്, വലത്തെ സൈഡിലേക്ക് പോകാൻ പാടില്ല, വലത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ആഴമുള്ള സ്ഥലമാണ്, നേരെ അപ്പുറത്തേക്ക് വീണ് പോകും. അപ്പം കമിഴ്ന്ന് കിടന്നിട്ട് വന്നോളൂ, കമിഴ്ന്ന് കിടന്നിട്ട് വരൂ എന്നിങ്ങനെ ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പുറകുന്നത് ഇപ്പോൾ ഓരോരുത്തരായിട്ട് അവിടെ ഇരുന്നിടത്തുനിന്ന് പുറത്തേക്ക് വരാനുള്ള ബുദ്ധിമുട്ടിലാണ് ഞാനുള്ളത്. അത് എൻ്റെ പുറകിലായിട്ട് ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇത് നല്ലൊരു എക്സ്പീരിയൻസാണ്, നമുക്ക് ഇതുവരെ ഇങ്ങനൊരു യാത്ര ചെയ്തിട്ട് നമുക്ക് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ കൂടെയുള്ള സാലി ചേച്ചി പറയുന്നുണ്ടായിരുന്നു, ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി, ഇനിയും ഇങ്ങനത്തെ എക്സ്പീരിയൻസിനൊന്നും ഞാനില്ല. പക്ഷെ പുറത്തേക്ക് എത്തിയതിന് ശേഷം ആ കാഴ്ചകളൊക്കെ കണ്ട സമയത്ത് അത് നമ്മളെക്കാളും കൂടുതൽ ഒരുപാട് പ്രായമുള്ള ആൾക്കാരും ഇതൊക്കെ കടന്നിട്ട് വന്നിട്ടുണ്ടെന്ന് കാണുന്ന സമയത്ത് ഇതൊന്നും അല്ലാന്ന് പുറത്തേക്ക് എത്തിയ സമയത്താണ് നമുക്ക് തോന്നുന്നത് ഇതൊന്നും അല്ലായിരുന്നു, ഇതൊന്നും ഇല്ല, കാര്യമായിട്ടൊന്നും ഇല്ല എന്നുള്ളത്. ഇത് കാണുന്ന സമയത്ത് നമ്മൾ കോഴിമുട്ടയിൽ നിന്ന് കോഴി വിരിഞ്ഞു വരുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ കാഴ്ചയുണ്ടല്ലോ, അതുപോലെ തോന്നുകയാണ്. ഈ മുട്ടത്തോടിൻ്റെ ഉള്ളിൽ നിന്ന് കോഴിക്കുഞ്ഞ് പുറത്ത് വരുന്നത് പോലെയാണ് നമ്മൾ ഇതിൻ്റെ പാറേൻ്റെ എടുക്കുന്ന നമ്മൾ പുറത്തേക്ക് വരുന്നത്. പിന്നെ ഒരു കയറ്റം കയറി കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ വ്യൂ പോയിൻ്റ് എന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. മഞ്ഞു മൂടിയ മലകളും മലകളുടെ എണ്ണാമെങ്കിൽ എണ്ണിക്കോ എന്ന് പറയുന്നത് പോലെയായിരുന്നു മലനിരകൾ. അത് മുഴുവനും മഞ്ഞു മൂടി പല കളറിലായിട്ട് കിടക്കുകയാണ് ഇത് മഞ്ഞു മൂടിയിട്ട്.
പുറത്തെത്തിയ ആശ്വാസവും എവിടെ ഒന്ന് നേടിയെടുത്തതിൻ്റെ ആ ഒരു ത്രില്ലും ഇതിലേ കൂടി കയറി വന്നതിൻ്റെ ത്രില്ലും എല്ലാവരുടെയും മുഖത്തും ആ ഒരു ആശ്വാസവും ത്രില്ലും ഒക്കെ കാണാനുണ്ട്. സാഹസികത ഇഷ്ടപ്പെടുന്ന കൂട്ടർക്കും നമ്മളെപ്പോലെ സാഹസികതയാണെന്ന് അറിയാതെ വന്നവർക്കും ഒരു ഇഷ്ടപ്പെട്ട ഒരു ഇടമാണ് ഈ ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ രാമക്കൽമേടുള്ള ആമപ്പാറ. ഒരു 6 കിലോമീറ്റർ ദൂരമാണ് ഇത്. ഇടുക്കി ആ ഒരു നമ്മളെ വണ്ടി നിർത്തിയിട്ടും 6 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ആമപ്പാറ സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് വ്യൂ പോയിന്റിൽ നിന്ന് എടുത്തിട്ടുള്ള മുകളിൽ നിന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണിത്. ഈ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. താഴെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത് കാണാം. ജീപ്പൊക്കെ അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ മുകളിലേക്ക് വന്നതാണ്. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള മറുവശത്തുള്ള ഒരു ദൃശ്യമാണ് ഈ കാണുന്നത്. ഈ പാറയിലെ കൂടിയാണ്, ഇപ്പോൾ കാണുന്ന പാറേൻ്റെ അടിവശത്തു കൂടിയാണ് നമ്മൾ കയറിയിട്ട് ഇങ്ങോട്ടേക്ക് മുകളിലേക്ക് വന്നിട്ടുള്ളത്. ഇതിന് വേറൊരു വ്യൂ പോയിൻ്റ് കൂടിയുണ്ട്. വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുമല്ലോ. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന കാഴ്ചകളുമായി രാമക്കൽമേടിലെ കാറ്റാടിപ്പാടവും സൂയിസൈഡ് പോയിൻറ്റും കുറവൻ കുറത്തി മലയൊക്കെ കാണണ്ടേ? അത് അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കും.